ഹലോ, ഇന്നത്തെ എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ. ഞാൻ മറ്റേ എന്താ ലാബിലൊക്കെ നിൽക്കുന്ന പോലെ മാസ്കൊക്കെ വെച്ച് നിൽക്കുന്ന വേറൊന്നുമല്ല. എനിക്ക് ചെറിയ ഡസ്റ്റിൻ്റെ അലർജി ഉണ്ട്. അപ്പോൾ ഡസ്റ്റിൻ്റെ മാത്രമല്ല, ഇങ്ങനെ എന്തെങ്കിലും സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തുമ്മാൻ തുടങ്ങും. തുമ്മി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം മൊത്തം തുമ്മലായിരിക്കും, അങ്ങനെ മാറത്തേയില്ല. അപ്പം ഞാൻ അടുക്കളയിൽ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് തുമ്മി, അതിനുശേഷം കടുക് പൊട്ടിച്ചപ്പോഴത്തേക്ക് ഒന്നുകൂടി തുമ്മി. ആ കടുക് അങ്ങ് പൊട്ടുമ്പോഴത്തേക്കും ഒരു സ്മെല്ല് വരില്ല, അപ്പോഴത്തേക്കും ഇങ്ങനെ തുമ്മി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തുമ്മിക്കഴിഞ്ഞാൽ വിഷയമാണ്, കാരണം ഭയങ്കര സീനാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടിട്ട് ഞാൻ മാസ്കൊക്കെ വെച്ച് സെറ്റായി നിൽക്കുന്നതാണ്. അപ്പോൾ കറി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചിങ്ങയല്ല, ബീൻസാണ് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം അച്ചിങ്ങി നിർത്തിയിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതാണ്. ഇത് നമ്മുടെ ബീൻസാണ്. അതിങ്ങനെ കുരുമുളക് ഇട്ടിട്ട് തന്നെ വേവിക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമായി. കുരുമുളക് ഇടുന്ന കറികൾ മെഴുക്കുരട്ടി പോലെ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറികളാണ്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്ന ചിഹ്നമാണ് കേട്ടോ. രാവിലെ ചിഹ്നം ലാൻഡ് ചെയ്തിട്ടുണ്ട്, പെടലി വേദനയോ കഴുത്ത് വേദനയോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് എളുപ്പമായി, കണ്ണന് സുഖമായി. കാരണം കണ്ണൻ സാധാരണ വീഡിയോ എടുക്കാൻ വരുന്നതാണ്. അപ്പോൾ ചിന്നു വന്നതുകൊണ്ട് പിന്നെ ചിന്നു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ക്യാരറ്റ് തോരനാണ്. സാധാരണ ഞാൻ ക്യാരറ്റും ബീൻസും കൂടി ഒരുമിച്ച് തോരൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ വിചാരിച്ച് രണ്ട് കറിയായിട്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് സെപ്പറേറ്റ് ഒരു തോരനും പിന്നെ ഒരു മെഴുക്കുരട്ടി പോലെ ആക്കി വെച്ചത്. ക്യാരറ്റ് തോരനോട് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല, കാരണം എനിക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ കുറച്ച് നല്ലതാണ്, വിറ്റാമിൻ എ ആണെന്നൊക്കെ കരുതി അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, മുട്ട വറുത്ത് വെച്ചിട്ടില്ല, ഓംലേറ്റ് ഇല്ല കേട്ടോ. ഓംലെറ്റ് ഇല്ലാത്തത് മുട്ട അല്ലാണ്ട് തന്നെ ഞാൻ നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ ആക്കി. കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ എന്ന് പറഞ്ഞ് കാണിച്ചില്ലേ അത്. അപ്പോഴത്തേക്കും ചിക്കൻ വറുത്തതുണ്ട്. ചിക്കൻ ചെറിയ നമ്മുടെ ബോൺലെസ് പീസില്ലേ, അതിങ്ങനെ റോസ്റ്റ് അല്ല, പക്ഷേ എനിക്കെപ്പോഴും റോസ്റ്റെന്നേ വരുള്ളൂ. വറുത്തെടുക്കും ഇങ്ങനെ ചുമ്മാ നമ്മുടെ എണ്ണക്കകത്തിട്ടിട്ട്. ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ മാത്രം ഇട്ടിട്ട്, അല്ല ഒറ്റ മസാല ഒന്നും അങ്ങനെ ആഡ് ചെയ്യില്ല. നല്ലതാണ് കേട്ടോ, പെട്ടെന്ന് വറുത്ത് കിട്ടുകയും ചെയ്യും. ചെറിയ കുഞ്ഞ് പീസായതുകൊണ്ടേ പെട്ടെന്ന് വറുത്ത് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് ഇതുപോലെ കൊടുത്ത് വിടാനും. പിന്നെ എനിക്കൊക്കെ ആണെങ്കിൽ ഒരു പീസ് ഇറച്ചിയെങ്കിലും വേണം ചോറ് കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മീനോ അല്ലെങ്കിൽ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും വേണം. പിന്നെ കണ്ണന് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള അച്ചാറുണ്ട്. അച്ചാർ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ഇത്രയും കറികളൊക്കെ. പിന്നെ അച്ചാർ എന്തിനാന്ന് ചോദിച്ചാലും അച്ചാറിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനും ഭയങ്കര ഇഷ്ടമായി അച്ചാർ, അതുകൊണ്ടിട്ടാണ് അങ്ങനെ വെച്ചത് കേട്ടോ. വെളുത്തുള്ളി അച്ചാറാണ്. ഇനി കുറച്ച് നാരങ്ങ അച്ചാർ ഇടാനുള്ള പ്ലാനുണ്ട്. അടിപൊളിയല്ലേ നാരങ്ങ അച്ചാറും, നല്ല ബിരിയാണീൻ്റെ കൂടെ. ഞാൻ മിക്കപ്പോഴും ബിരിയാണി ഉണ്ടാക്കും, അപ്പോൾ ഈ നാരങ്ങ അച്ചാർ അടിപൊളിയാണ്. പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. അപ്പോൾ ഇന്ന് ആക്ച്വലി ഇത്രയും കറികളൊക്കെ ഉള്ളൂ. പിന്നെ രാവിലത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ കൂടെ തന്നെ നമ്മുടെ അപ്പം ഇല്ലേ, അപ്പവും പിന്നെ മുട്ട പൊടിച്ചിട്ടുള്ള അതേ ഈ സംഭവം 2 ചിക്കൻ പീസ് എടുത്ത് വെച്ചു. അപ്പോൾ ഏകദേശം ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇത്രേ ഉള്ളൂ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്ന് പറയണം. നിങ്ങളുടെ ലഞ്ച് ബോക്സിലൊക്കെ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.